ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിലിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് പരാതി ഉയരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത്. ഹോൾസ് അയൽവക്കക്കാരനെ അടച്ചു വെച്ചു. കാരണം വെള്ളം അത്രയും ജനങ്ങളുടെ അത്രയും വെള്ളം വന്നിട്ട് ഒരിടത്ത് പ്രഷറിൽ വെള്ളം വന്നതുകൊണ്ടാണ് അത്രയും ദൂരോട്ട് മതിൽ തെറിച്ചു പോകാനുണ്ടായ സാഹചര്യം. അപ്പോൾ മതിലിൻ്റെ അത്രയും നമുക്ക് 3-4 ഹോൾസ് ഇട്ടത് അതിൽ ആ വിടവിൽ വെള്ളം പോകുമായിരുന്നെങ്കിൽ അത്രയും മർദ്ദം വരികയില്ലായിരുന്നു. ഇത്രയും ഒരു 15 മീറ്റർ ദൂരോട്ടാണ് ഭിത്തി തെറിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ റോഡിൻ്റെ അശാസ്ത്രീയമായ കാനയുണ്ട്. കാന മുകളിലത്തെ സൈഡിൽ വെച്ചതിനാണ്, താഴത്തെ സൈഡിലാണ് അതിൻ്റെ കാനയും അതിൻ്റെ വെള്ളവും വന്നിരുന്നെങ്കിൽ ഇപ്പോൾ തിരുമേനി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ താഴ്വശത്തല്ല കാന, റോഡിൻ്റെ മുകൾ വശത്ത് കാന വന്നിട്ട് ആ കാനയിൽ കൂടെ വെള്ളം പോലും വരാൻ പറ്റുന്നില്ല. അശാസ്ത്രീയമായ രീതിയിലുള്ള കാന നിർമ്മാണവും ഇതിനൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഏറ്റവും കുറഞ്ഞ നഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നലെ ഭയങ്കര അതിശക്തമായ മഴയാണ് ഇന്നലെ ഈ ഭാഗങ്ങളിൽ പെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല പല വീടുകളും ഇതുപോലെ തന്നെ നശിച്ചിട്ടുണ്ട്. പല വീടുകളുടെയും കേടുപാടുകളും സംരക്ഷണ ഭിത്തികളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതായത് ഇത് അടിയന്തരമായിട്ട് ഇനിയെങ്കിലും റോഡുകൾ പണിയുമ്പോൾ ഇതുവരെ അശാസ്ത്രീയമായ രീതിയിലുള്ള കാലനിർമ്മാണം കഴിഞ്ഞ് ജനോപകാരപ്രദമായ രീതിയിൽ ഇതൊക്കെ ചെയ്താൽ ഇതിപ്പം ആ ചേട്ടനെന്തോ അപകടം പറ്റിയെന്നും പറയുന്നുണ്ട്, മതിൽ തലക്കെന്തോ സ്റ്റിച്ചുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തും പഞ്ചായത്തും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇത്തരം വലിയൊരു അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ മാവിൻ്റെ അവിടുന്ന് പുല്ലും മണ്ണും പൊങ്ങി നിൽക്കുന്നില്ല, വെള്ളം നേരെ ഇങ്ങോട്ട് വരും. ആ വെള്ളം കാനയിലേക്ക് കടത്തി വിടുകയാണെങ്കിൽ വെള്ളം കുറേ ഇങ്ങോട്ടുള്ള വരവ് കുറയും. അതിപ്പോൾ ഇത്രയും വലിയ വെള്ളം ഇങ്ങോട്ട് തള്ളി വന്നതിൻ്റെ കാര്യം. ഈ റോഡ് പണി നടക്കുന്ന കാലത്ത് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നാട്ടുകാർ പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു. ഇവിടെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഡിപ്പ് പോലെ ബമ്പ് ഇടണം, വെള്ളം മാറ്റി വിടണമെന്നൊക്കെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ അന്നേ പറഞ്ഞ ഇവിടെ ഒരു കാന, ഈ സൈഡിൽ ഒരു കാന ആ തോട്ടിലേക്ക് ഒരു 4 മീറ്റർ, ഒരു 10-15 മീറ്റർ ഒരു കാന ഇവിടുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ വെള്ളം ആ കാനയിലേക്ക് പോയിട്ട് ആ തോട് വഴി പൊക്കോളും. ഇവിടെ അവരത് ചെയ്തുവരെ ചെയ്തു. പ്രദേശത്ത് കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തി. നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ മഴയിലാണ് ഈ മതിലും മറ്റും ഇടിഞ്ഞ് തകർന്നത്. ഇതുപോലെ നിരവധി സ്ഥലങ്ങൾ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായ റോഡ് പണിയാണ് ഇതിൻ്റെ ഈ കാരണമെന്നാണ് ശരിയായ വിലയിരുത്തൽ. കാരണം ഈ റോഡ് പണി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓവുചാൽ ഉണ്ടാക്കണമെന്നുള്ള നിരന്തരമായ ജനങ്ങളുടെ ആവശ്യം കോൺട്രാക്ടർ നിരസിക്കുകയും അവർക്ക് തോന്നിയതുപോലെ പണിയെടുത്ത് പോവുകയാണ് ചെയ്തത്. അത് നിയന്ത്രിക്കുവാനോ അവരെ കൊണ്ട് അത് ചെയ്യിക്കുവാനോ ഇവിടുത്തെ അതിൻ്റെ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. ഇവിടെ യഥാവിധി ഓവുചാല് നിർമ്മിച്ചിട്ടാണ് ഈ പണി എടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. മേലെ നിന്ന് കുത്തി ഒലിച്ചു വന്ന വെള്ളം ഈ റോഡ് വഴി വന്ന് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് തങ്ങി അവർ കെട്ടിയ മതിലും നിർത്തി അവരെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. ഏതായാലും ഈ മതിൽ പൊളിഞ്ഞത് കൊണ്ട് വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗ്യം മാത്രമാണ്. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി അപകടം ഉണ്ടാകുമായിരുന്നു. ഇത് ശരിയായ രീതിയിൽ റോഡ് പണി എടുക്കാത്തതിൻ്റെ ഫലമാണ്, ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ബൃഹത്തായ പദ്ധതികളിലൂടെ കൊണ്ടുവന്നിട്ട് ആളുകളെ ഉപയോഗിച്ചു എങ്കിൽ പോലും അതിൻ്റെ മറവിൽ അഴിമതിയുടെ വലിയ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് ഈ റോഡ് പണിയിൽ. അന്ന് തന്നെ ഈ കോൺട്രാക്ടറുമായും ജനങ്ങളുമായും വളരെയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ തന്നെ അതിന് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം റോഡ് പണിയെടുക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ ഇനിയും വരാനിരിക്കുകയുള്ളൂ. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്ന് മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ പറഞ്ഞു. അതിന് വേണ്ടി കേരളത്തിലുടനീളം കഴിഞ്ഞ 9 വർഷമായി നടത്തുന്ന അഴിമതി വേറൊരു കൺസ്ട്രക്ഷൻ ആണ്. ഇത് ഈ പ്രാപ്പോയിൽ ഊരാളുകളല്ല, ഞാൻ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അശാസ്ത്രീയമായി റോഡ് നിർമ്മാണം അവർ പുനഃപരിശോധിച്ച് ഓവുചാലുകൾ ഉണ്ടാക്കി ഇനിയെങ്കിലും ഇവിടെയുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉണ്ടാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. പഞ്ചായത്ത് അംഗം V ഭാർഗവി, തിരുമേനി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ഇതിനെ പറ്റുന്നതിന് മുമ്പ്
പോകാൻ വേണ്ടി. കഴിഞ്ഞ 18-നും 19-നും ഒക്കെ കൊണ്ടുവരുന്നത്. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം വി ഭാർഗവി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിയോടുകൂടിയുള്ള ശക്തമായ മഴ, എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും പെയ്യാത്ത രീതിയിലുള്ള മഴയാണ് ഇന്നലെ പെയ്തിരിക്കുന്നത്. ഏകദേശം 2-3 മണിക്കൂർ ശക്തമായ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് എയ്യങ്കല്ല് റോഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കോറാളിയിലോട്ട് പോകുന്ന ആ ഭാഗത്ത് ആ റോഡിൽ കൂടി ഒഴുകി നമ്മുടെ ഈ വശത്തുള്ള എല്ലാ ഭാഗത്തും പറമ്പിലെ വെള്ളം ഉൾപ്പെടെ വന്ന് വീടിൻ്റെ അകത്തോട്ട് കയറി വെള്ളം മുഴുവൻ വീടിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷയുടെ പകുതി ഭാഗം വെള്ളം കയറി. പിന്നെ ഈ വെള്ളം ഫുള്ളായിട്ട് വെള്ളം കവിഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ഈ മുറ്റത്തെല്ലാം. അപ്പം അത് ശക്തമായ സമ്മർദ്ദം, വെള്ളത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മതിലിടിഞ്ഞ് അടുത്ത പറമ്പിലോട്ട് പോയി. എല്ലാം കിണറിനെല്ലാം നാശനഷ്ടം. ഒരു മഴയും കൂടെ പെയ്താൽ കുറച്ചുകൂടി ഇടിഞ്ഞാൽ കിണർ ഉൾപ്പെടെ പോകും. അതുപോലെയുള്ള ശക്തമായ മഴയാണ് ഇന്നലെ പെയ്തിരിക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും എല്ലാം ഇതിന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. മാഷ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിലാണ്. അപ്പം വന്ന് നേരിട്ട് കണ്ടിട്ട് ഇതിന് വേണ്ടുന്ന ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവുചാല് യഥാവിധി നിർമ്മിക്കാത്തതിൻ്റെ മാത്രമല്ല, ഒന്നാമതെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം എല്ലാം ചുറ്റുമതിലാണ്. എല്ലാ വീടിൻ്റെയും സൈഡിൽ കൂടെ എല്ലാം ചുറ്റുമതിലും കാര്യങ്ങളെല്ലാം ആകുമ്പം വെള്ളത്തിന് മുൻകാലം വർഷങ്ങളെ പോലെ നിരന്നൊഴുകാൻ ഒരു സ്ഥലം വെള്ളത്തിനില്ല ഒഴുകി പോകാൻ. അപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ ഒരേ സൈഡിൽ കൂടെ എല്ലാവരും വെട്ടിവിടുന്ന റോഡിലോട്ടാണ്, ഓവുചാലിലോട്ട് വെട്ടിവിടും. അപ്പോൾ ഓവുചാലും നിറഞ്ഞു കവിഞ്ഞ് ഇന്നലത്തെ മഴയത്തെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന അതുപോലെ അതിശക്തമായ മഴയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അങ്ങ് എയ്യങ്കല്ല് തട്ട് മുതലുള്ള വെള്ളം ഈ സൈഡിൽ കൂടെ എയ്യങ്കല്ല് ആ റോഡിൽ കൂടെ വന്ന് ഞാനിപ്പം പോയി ആ വഴി പോയി. അവിടെ മാട്ടുമ്മ ജാനകി എന്ന് പറയുന്നവരുടെ വീടിൻ്റെ മുറ്റം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരിട്ട് പോയി കണ്ടപ്പം ആ റോഡ് സൈഡ് മേളിൽ നിന്നേ വെള്ളം ഒഴുകി വന്ന് നല്ല ചാല് പോലെ വന്നിട്ട് നമുക്ക് നേരിട്ട് അത് കാണാൻ പറ്റും. റോഡുകൾ തുറന്നിട്ടുണ്ടോ കാര്യമായിട്ട്? ഇല്ല, റോഡിലോട്ട് കല്ലും മണ്ണെല്ലാം വന്ന് വീണിട്ടുണ്ട്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ തകർന്നതായിട്ട് കണ്ടില്ല. എയ്യങ്കല്ല് കുറേ വീടിന് ഇതുപോലെ 1-2 വീടിനെല്ലാം ഇതുപോലെ മുറ്റം ഇടിഞ്ഞ് മണ്ണിടിഞ്ഞിട്ട് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. മലയോരത്തിന്റെ